സെക്രട്ടറി അഭിനന്ദനായ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തീരുമാനിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ചാപ്പലിൽ എഴുന്നള്ളി വന്ന പ്രാർത്ഥിച്ച് വിശുദ്ധ ദൈവമാതാവിന്റെ തിരുനേത്രങ്ങളിൽ നിന്നൊഴുകിയ സുഗന്ധ കൈനീകം സഭയാകമാനം ശ്രേഷ്ഠ ബാബായുടെ പ്രത്യക്ഷാനുസരണം ഈ ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തിരുമേനി വീണ്ടും വിശ്വാസികളോട് കൽപ്പിച്ച് സംസാരിക്കും. ഇവിടെയുള്ള രണ്ട് ആളുകളുടെ സാക്ഷ്യം ബോധ്യപ്പെട്ടതിൽ നിന്നും ഫോട്ടോയിലേക്ക് വന്ന സുഗന്ധവും അതുപോലെ തന്നെ ഇവിടെ പത്രത്തിൽ കളക്ട് ചെയ്തിരുന്ന താരം ഒഴുകിയിരുന്ന ദേവരൂപത്തിലുള്ളത് അത് പറഞ്ഞതുപോലെ സ്പെയിനിൽ ശേഖരിച്ച് ഇവിടെ വേഗത്തിൽ അതുപോലെ തന്നെ ഈ ഫോട്ടോ എടുത്ത ഫോട്ടോയിൽ നിന്നും ഇതുപോലെ തന്നെ ജീവിതത്തിൽ തന്നെ എന്ത് തന്നെയായാലും ഈ ഹൃദയകരമായ ഒരു മാസം കഴിച്ചുകൊടുക്കുന്ന ഏതെങ്കിലും രീതിയിൽ വ്യാഖ്യാനം കൊടുക്കുന്ന പ്രശ്നങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതകരമായ പ്രാർത്ഥനയായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ദൈവവിധം എന്തെന്ന് അറിയുവാനും കണ്ടെത്തുവാനും ഈ രോഗം പ്രകൃത പ്രാർത്ഥന പ്രഖ്യാപിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഇവിടെ വരുന്നവരും ഈ ദർശനം കാണുന്നവരും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നവരുമായ എല്ലാവർക്കും ദൈവത്തിന്റെ ദിനം അറിയാൻ വേണ്ടിയിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും നിങ്ങളെ എല്ലാവരെയും നിശ്ചയമായിട്ടും നമ്മുടെ നീളുന്ന ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും നിരത്തി വയ്ക്കുവാനും അതൊക്കെ കേട്ട് നമുക്ക് ഉത്തരം തരുവാനും നമുക്ക് സ്വർഗത്തിലെ ദൈവത്തിന് പിന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണ് എന്നും ഏത് കാലത്തും സമയങ്ങളും കിട്ടുന്ന ശക്തിയും സ്നേഹവുമാണ്. അത്ഭുതം എന്നതിലുപരി ദൈവത്തിന്റെ തുകയായും അമ്മയുടെ സാന്നിധ്യമായും ഇതിനെ കണ്ട് നമസ്കരിക്കുവാനും ആ അനുഗ്രഹം പാടുവാനും എല്ലാവർക്കും ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വേദികൾ ഈ കാര്യത്തിലുള്ള ബഹുമാനരായ വ്യക്തികളും അതുപോലെ തന്നെ എല്ലാ ദൈവങ്ങൾക്കും ചേർന്നതാണ് ഇവിടെ വരുന്നവർക്കും ഇവിടെ വന്ന് ഇത് കാണുവാനുള്ളതായ സംവിധാനങ്ങളെല്ലാം ചെയ്ത് അവർക്ക് അവരുടേതായ സാക്ഷ്യം സ്വയം വെളിപ്പെടുത്തുവാൻ ഇത് വെളിപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരെയും സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥന തുടർന്നും ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങളും അതിലൂടെ ഉള്ളതായ അത്ഭുതകരമായ സൗഖ്യവും സമാധാനവും ദേശത്തിന്റെ
ഐക്യവും സംതൃപ്തിയും എല്ലാം ഉണ്ടാകുവാനും ലോകത്തിന് മുഴുവൻ അതിന്റെ പ്രയോജനം ലഭിക്കാനും ഇടപെട്ട് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടും സഭയുടെ സമാധാനത്തിന് വേണ്ടിയിട്ടും എല്ലാ മതങ്ങളുടെയും ഐക്യത്തിന് വേണ്ടിയിട്ടും വേദനയും ദുഃഖവും പീഡനങ്ങളും സഹിക്കുന്ന ആളുകളുടെ വിമോചനത്തിനും സൗഖ്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിച്ച് അങ്ങയുടെ മധ്യസ്ഥ ദൈവം ഞങ്ങളെ ഈ ദേശത്തിന് ഈ ദിവസങ്ങളിലൊക്കെയും ഈ അനുഗ്രഹമായ ദൃശ്യങ്ങളോട് ബോധ്യപ്പെടുകയുണ്ടായി. അഭിമുഖ്യ തിരുമനസ്സോട് സഭയുമായൊക്കെയും വ്യക്തമായ ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അഭിമുഖ്യത്തിന്റെ മധ്യസ്ഥകൾ ഈ ദേശത്തേക്ക് ഒഴുകി വരുവാനായിട്ട് തിരുമനസ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അഭിമുഖ്യയോട് ഈ സമയം സർവ്വതരം അപേക്ഷിക്കുകയാണ്. ദൈവിക കൃപകൾ ധാരാളമായി ലഭിക്കുന്ന ഈ നിമിഷങ്ങളിൽ എനിക്ക് ഒരിക്കൽ ഒന്നുകിൽ പരിശുദ്ധമാതാവിന്റെ നല്ലൊരു ഭക്തനാണ്. ീ